അമേരിക്ക എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കരയുദ്ധം ഇറാനുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കരയുദ്ധത്തിലൂടെ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ്റെ ചുമതലയുള്ള ആൾ പറയണത് എന്താ വെച്ചാൽ ഐ ആം വെയിറ്റിംഗ് എന്ന് പറയണേ. കരയുദ്ധമായിട്ട് ട്രംപ് അങ്ങോട്ട് കയറി ചെന്നാൽ ചിലപ്പോൾ ട്രംപിൻ്റെ കവ കയറി പോകുന്നുണ്ട് 100% ഉറപ്പാണ്. കാരണം എന്താ അറിയോ, പർവ്വതങ്ങളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ്റെ അടുത്ത് ഈ കരയുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവില്ല. പകരം ട്രംപിൻ്റെ ഇപ്പോൾ ഉള്ളൊരു വിലയുണ്ടല്ലോ, വലിയ സംഭവമാണെന്നുള്ള വില, അതങ്ങോട്ട് ഇല്ലാണ്ടായി പോകും. അതാണ് ഉണ്ടാവാൻ പോണത്. അതിനെങ്ങാനും ട്രംപ് മുതിർന്ന തീർന്ന് ഉള്ള കാര്യം പറയാലോ. ഈ ആകാശത്ത് കൂടെ അങ്ങനെ ബോംബിടാനും ഈ പറഞ്ഞ മിസൈലിടാനൊക്കെ ഓക്കെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ്റെ എന്താ പറയുക, ഇറാൻ്റെ നേരേക്ക് പോലും കടക്കാൻ പറ്റില്ല. അവിടുന്ന് അടി കിട്ടി വയറ് നിറച്ച് ഓടേണ്ടി വരും. 100% ഉറപ്പാണ്. ട്രംപ് എന്ത് കണ്ടിട്ടാണ് ആ വെല്ലുവിളിക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കണം ഇറാൻ്റെ. അതെടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അവർക്ക് ഇരുന്ന് അടിക്കാൻ നല്ല സുഖമാണ്. പുറത്തുള്ളവന് ഒരു മഴല്ലാണ്ട് കിട്ടുമടി. അവർക്ക് തടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. കരയുദ്ധം എന്തായാലും പോസിബിൾ അല്ല. ഈ മേലെ കൂടെ കയറി വേണമെങ്കിൽ പറഞ്ഞ പോലെ പൊട്ടിച്ച് കളിക്കാം. എന്നാൽ പോലും യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതി അത്ര വലിയ ഭീകരം. ഞാൻ ആദ്യം 1-2 ദിവസം കണ്ടപ്പോൾ കരുതി ഇത് ഭയങ്കര ഭീകരമാണ് യുദ്ധം, ഒരു മിസൈലൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പ്രദേശം അങ്ങോട്ട് ഇല്ലാണ്ടാവും എന്നൊക്കെയാണ് നമ്മളെ വിചാരം. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ള യുദ്ധമൊക്കെ. പക്ഷെ സത്യത്തിൽ ഈ മിസൈൽ പൊട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും തൃശ്ശൂർ പൂരത്തിന് പണ്ട് ആനച്ചവിട്ടി പൊട്ടുമായിരുന്നു. ആ ഒരു ഫീലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മാത്രം വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ എന്തൊക്കെ ബോധിപ്പിക്കാനാണെന്ന് ആർക്കറിയാം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്രേ മനസ്സിലാവണുള്ളൂ. കാരണം ഇത്രയും ദിവസമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നുണ്ട്. അതിൽ ഏകദേശം 900ഓളം മിസൈലുകൾ തടുക്കുന്നുണ്ട്. ഏകദേശം 100ഓളം മിസൈലുകൾ അവിടെ ഇവിടെയും ചാടുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ആഘാതങ്ങളൊന്നും ആ നാട്ടിലൊന്നും കാണുന്നില്ല. ആകെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു ആ ഇറാനിൽ കൊണ്ടുപോയി ആ സ്കൂളിൽ കൊണ്ടുപോയി പൊട്ടിച്ച്, അതൊരു ഇച്ചിരി കടന്ന പ്രയോഗമായിരുന്നു. അത് വേറെ കാര്യം. അതിന് പല രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബലി കൊടുത്താണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമുക്കറിയില്ല. കുട്ടികളെ കൊന്ന് തുടങ്ങുക എന്നൊക്കെ പറയുന്ന ചില പരിപാടിയുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ചില ചിന്തകളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് തോന്നുന്നു. എന്തായാലും കരയുദ്ധത്തിന് ട്രംപ് ഇറങ്ങുകയാണെങ്കിൽ, ഇസ്രായേലും അതിൻ്റെ കൂടെ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ തോൽക്കുന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ കണ്ടമാനം നഷ്ടം ഉണ്ടാവും, ധനനഷ്ടം ഉണ്ടാവും. ഇറാന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അമേരിക്കയൊക്കെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടം വരും ആ കളി. എന്തായാലും നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ വലിയ ആ പഴയ ബേജാറൊന്നുമില്ല. അതെനിക്ക് നല്ല ബേജാറുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ആളുകൾ ഗൾഫിലൊക്കെ ഉള്ളതല്ലേ. അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ പോലെ മിസൈലുകളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചാടിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാധിക്കപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം അവരുടെ ഈ കളി കാണുമ്പോൾ നമുക്ക് എന്താ ചെറിയ ഈ പൗട്ടത്തോക്ക് കൊണ്ട് വെടിച്ചടിക്കുന്ന പോലെ ഫീലാണ് ഇപ്പോൾ ഉള്ളത്. പൗട്ടത്തോക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് മുളക് കൊണ്ട് ഉണ്ടാക്കുന്ന, ഞങ്ങൾ ചെറുപ്പത്തിൽ മുളക് കൊണ്ടൊരു തോക്കുണ്ടാക്കും. അതിലൊരു ആപ്പ് ഇങ്ങനെ അടിക്കുക ചെയ്യുക, തെച്ചിപ്പാട്ടിട്ട് എന്നൊരു അടിയാണ്. അതുപോലെ ഇപ്പത്തേക്ക് തോന്നും. ആ പഴയ എന്താ പറയുക ബേജാറും ഭീതിയൊന്നും ഇപ്പം ഇല്ല. എന്തായാലും ആ യുദ്ധം കൂടി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്. ആ കരയുദ്ധേ ട്രംപിൻ്റെ കിളി പോകണം നമുക്ക് കാണാം. ട്രംപ് ഒരു കണക്കിന് ട്രംപ് ചെയ്യണ നല്ലതാണെങ്കിലും മറ്റൊരു കണക്കിന് ട്രംപിനെ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അത് വേറെ കാര്യം. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാനം. എന്തായാലും ആവട്ടെ. ഞാൻ ട്രംപിനെ എന്താ പറയുക സമ്മതിക്കുന്ന ഏത് വിഷയത്തിലാണെന്നറിയാം. ഇറാൻ്റെ അടുത്ത് ആണവായുധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ നിൽക്കണത് കൊണ്ടുള്ള ഒരു ബേജാറുണ്ട് നമുക്ക്. കാരണം അതൊരു ഡേഞ്ചറാണ് നമ്മളപേക്ഷിച്ചിട്ട്. ഈ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനല്ല, പകരം വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശിന് പകരം വേറെ ഏതെങ്കിലും രാജ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് രണ്ടും നിൽക്കണോണ്ട് നമുക്ക് ഇവറ്റകളെ നമ്പാൻ പറ്റില്ല. മനസ്സിലായോ? എന്തായാലും ആവട്ടെ, നോക്കാം.